ഹായ് ഫ്രണ്ട്സ്, IIT-കൾ, NIT-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടക്കമുള്ള ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സയൻസ് ഉപരിപഠനത്തിന് അവസരമൊരുക്കുന്ന പ്രവേശന പരീക്ഷയായ ജാം ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജാം 2026 സെപ്റ്റംബർ 5 മുതൽ അപേക്ഷ നൽകാവുന്നതാണ്. IIT ബോംബെക്കാണ് ഇപ്രാവശ്യത്തെ പരീക്ഷാ ചുമതല. ഒക്ടോബർ 12 വരെ ജാം 2026.iitb.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2026 ഫെബ്രുവരി 15 2 സെഷനുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. MSc, MSc ടെക്, MS റിസർച്ച്, MSc MTech, ഡുവൽ ഡിഗ്രി, ജോയിൻറ്റ് MSc PhD, MSc PhD ഡുവൽ ഡിഗ്രി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് PhD എന്നീ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനാണ് ജാം സ്കോർ പരിഗണിക്കുന്നത്. അടുത്തതായി നമുക്ക് ഏതെല്ലാം സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനാണ് ജാം സ്കോർ പരിഗണിക്കാറുള്ളത് എന്ന് നോക്കാം. ഇന്ത്യയിലെ 22 IIT-കളായ IIT ഭിലായ്, ഭുവനേശ്വർ, ബോംബെ, ഡൽഹി, ധൻബാദ്, ധർവാദ്, ഗാന്ധിനഗർ, ഗുവാഹത്തി, ഹൈദരാബാദ്, ഇൻഡോർ, ജമ്മു, ജോധ്പൂർ, കാൺപൂർ, ഖരഗ്പൂർ, മദ്രാസ്, മാണ്ഡി, പാലക്കാട്, പാറ്റ്ന, റൂർക്കി, റോപ്പർ, തിരുപ്പതി, വാരാണസി എന്നിവിടങ്ങളിൽ വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലായി 3000-ഓളം സീറ്റുകളാണുള്ളത്. IIT-കളെ കൂടാതെ IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, CFTIs, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, NITs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, DIAT, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി പൂനെ, IIEST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി വെസ്റ്റ് ബംഗാൾ, ഐസർ പൂനെ, ഐസർ ഭോപ്പാൽ, IIPE, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണം, JNCASR, ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് ബാംഗ്ലൂർ, SLIET, സന്ത് ലോങ്കോവാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പഞ്ചാബ് തുടങ്ങിയ പല സ്ഥാപനങ്ങളിലും വിവിധ PG പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനായി ജാം സ്കോർ പരിഗണിക്കാറുണ്ട്. ജാം റിസൾട്ട് വന്നതിന് ശേഷം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിലെ അലോട്ട്മെൻറ്റ് പ്രക്രിയ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് ജാമിൻ്റെ പ്രവേശന യോഗ്യത നോക്കാം. ബിരുദം പൂർത്തിയാക്കിയവർക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ജാം എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. ഓരോ പ്രോഗ്രാമിനും ബിരുദതലത്തിൽ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ, ജാമിൽ എഴുതേണ്ട വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നൽകിയിട്ടുണ്ട്. എത്ര തവണ വേണമെങ്കിലും ജാം എക്സാം എഴുതാവുന്നതാണ്. ഉയർന്ന പ്രായപരിധിയില്ല. ബയോടെക്നോളജി, കെമിസ്ട്രി, എക്കണോമിക്സ്, ജിയോളജി, മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ് എന്നീ 7 വിഷയങ്ങളിലാണ് പരീക്ഷ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് നടക്കുന്നത്. 2026 ഫെബ്രുവരി 15 2 സെഷനുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 3 മണിക്കൂറായിരിക്കും. കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ് എന്നിവ രാവിലെയും ബയോടെക്നോളജി, എക്കണോമിക്സ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ് എന്നിവ ഉച്ചയ്ക്ക് ശേഷവുമാണ് നടക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് 1 മണിക്കൂർ അധികം ലഭിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് 1-2 പേപ്പറുകൾ എഴുതാം. എന്നാൽ ഒരുമിച്ച് അപേക്ഷിച്ചാൽ മതി. വിദ്യാർത്ഥി പൂർത്തിയാക്കിയ ഡിഗ്രി പ്രോഗ്രാം, അതുപോലെ ചേരാൻ ആഗ്രഹിക്കുന്ന ബിരുദാനന്തര പ്രോഗ്രാമിൻ്റെ യോഗ്യത തുടങ്ങിയവ പരിഗണിച്ചാണ് പേപ്പർ സെലക്ട് ചെയ്യേണ്ടത്. 100 മാർക്കിൻ്റെ 60 ക്വസ്റ്റ്യൻസാണ് പരീക്ഷയ്ക്കുണ്ടായിരിക്കുക. ഈ 60 ക്വസ്റ്റ്യൻസിനെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ എയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും, സെക്ഷൻ ബിയിൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസും, സെക്ഷൻ സിയിൽ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. സെക്ഷൻ എയിൽ ആകെ 30 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിന് 1 മാർക്കും അതിനുശേഷം വരുന്ന 20 ക്വസ്റ്റ്യൻസിന് 2 മാർക്കുമായിരിക്കും.
ഈ സെക്ഷൻ എയിൽ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് 1/3 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് 2/3 മാർക്കും ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. സെക്ഷൻ ബിയിൽ 10 മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ഈ ഒരു സെക്ഷൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കായിരിക്കും. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സെക്ഷൻ സിയിൽ 20 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് ആദ്യത്തെ 10 ക്വസ്റ്റ്യന് 1 മാർക്കും അതിനുശേഷം വരുന്ന 10 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതമാണുള്ളത്. ഈ സെക്ഷനിലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എ സെക്ഷനിൽ മാത്രമേ നെഗറ്റീവ് മാർക്ക് വരുന്നുള്ളൂ. നമുക്ക് ഈ എക്സാമിന് തയ്യാറെടുക്കാനായിട്ട് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ പേപ്പറുകളുടെ സിലബസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അടുത്തതായി നമുക്ക് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവിധ സോണുകളിലായി ഇന്ത്യയിൽ നിരവധി പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ സോണിൽ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, പയ്യന്നൂർ, തൃശ്ശൂർ, വടകര എന്നിവയും IIT മദ്രാസ് സോണിൽ ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം എന്നിവയുമാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. ഒരേ സോണിലെ 3 പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്ക് മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 12 വരെ ജാം 2026 അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ഒരു പേപ്പറിന് 2000 രൂപയും 2 പേപ്പറിന് 2700 രൂപയുമാണ് അപേക്ഷാ ഫീസ്. പെൺകുട്ടികൾ, SC, ST, PWD വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു പേപ്പറിന് 1000 രൂപയും 2 പേപ്പറിന് 1350 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ജാം 2026 അപേക്ഷ സമർപ്പിക്കേണ്ടതും ഈ എക്സാമിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമായതും ഈ വെബ്സൈറ്റിലാണ്. നമുക്ക് ഈ വെബ്സൈറ്റ് കൂടെ ഒന്ന് പരിചയപ്പെടാം. jam2026.iitb.ac.in എന്ന ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനകത്ത് എക്സാമിനേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ ടാബിൽ അവൈലബിൾ ആണ്. ജാം 2026 പോസ്റ്റർ, ഇൻഫർമേഷൻ ബ്രോഷർ, എക്സാമിനേഷൻ സിറ്റീസ്, ടെസ്റ്റ് ഷെഡ്യൂൾ, സിലബസ്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അഡ്മിറ്റ് കാർഡ്, റാങ്ക് ലിസ്റ്റ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമുക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എല്ലാം ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. എക്സാമിന് അപേക്ഷ നൽകി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ വെബ്സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും. ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിന് അവസരമൊരുക്കുന്ന പ്രവേശന പരീക്ഷയായ ജാം ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു എക്സാമിൻ്റെ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.